നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് 10 ദിവസം മാത്രമേ ഉള്ളൂ. NDAന് ആവേശം പകരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തുന്നുണ്ട്. പാലക്കാടും തൃശൂരും നരേന്ദ്രമോദിക്ക് ഇന്ന് തെരഞ്ഞെടുപ്പ് പരിപാടികളുണ്ട്. ഉച്ചയ്ക്ക് 2:30 പാലക്കാടെത്തുന്ന പ്രധാനമന്ത്രി 12 മണ്ഡലങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളുമായി വേദി പങ്കിടും. തൃശൂരിലെ റോഡ് ഷോയിലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയ്ക്ക് ശക്തമായ സുരക്ഷയെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ 24-നോട് പറഞ്ഞു. നമ്മുടെ സെക്യൂരിറ്റി പ്ലാൻ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. അതിനുപോലെ തന്നെ നമ്മുടെ മോർ ദാൻ 2500 പോലീസ് പേഴ്സണൽ ആർ ബീങ് ഡ്രാഫ്റ്റഡ് ഫോർ ദ സെക്യൂരിറ്റി ടു എൻഷുർ ദ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ദിസ് വിസിറ്റ്. വി ആർ എൻഷുറിംഗ് ഓൾ ദ തിങ്സ്, ഓൾ ദ പ്ലാൻസ് ഹാവ് ബീൻ പുട്ട് ഇൻ പ്ലേസ്. വിൽ വർക്ക്ഔട്ട് അക്കോർഡിംഗ്ലി. ഇവിടെ റോഡ് ഷോ ഉണ്ട്. റോഡ് ഷോ കവർ ചെയ്തിട്ട് അതിന് പ്രോപ്പർട്ടി കവർ ചെയ്യുന്നത് സംഘാടകരായിട്ട് ഓർഗനൈസേഴ്സ് ആയിട്ട് പോലീസ് ആൾറെഡി മുൻകൂർ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് എവിടെ നിൽക്കാൻ പറ്റും അതെല്ലാം ആൾറെഡി അവർക്ക് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവരുടെ കോപ്പറേഷൻ നമ്മൾ ചെയ്യുന്നതിലേക്ക്. ദീപക് ധർമ്മടം പാലക്കാട് വിവരങ്ങളുമായി ചേരുകയാണ്. ദീപക്, തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ വലിയ പ്രഖ്യാപനങ്ങളൊന്നും പ്രധാനമന്ത്രിക്ക് നടത്താൻ സാധിക്കില്ല. പക്ഷേ രാഷ്ട്രീയ അജണ്ട അത് സെറ്റ് ചെയ്യാൻ നരേന്ദ്രമോദിക്ക് സാധിക്കും. അദ്ദേഹം പറയുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ, അദ്ദേഹത്തിന്റെ വാക്കുകൾ, അത് സസൂക്ഷ്മം കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. എത്രത്തോളം ആവേശത്തിലാണ് NDA ക്യാമ്പ്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. കാരണം അവർക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിൽ ഒരു പ്രധാനപ്പെട്ട എൻട്രി വേണ്ടത് കേരളത്തിലാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു. പക്ഷേ എന്നാൽ നേരത്തെ നേമത്ത് രാജഗോപാൽ തുറന്ന അക്കൗണ്ട് അത് പിന്നീട് ശിവൻകുട്ടിയിലൂടെ അത് പൂട്ടിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഒന്നിലേറെ അക്കൗണ്ടുകൾ ഇക്കുറി BJPക്ക് കേരളത്തിൽ തുറക്കണം. അതിന് A ക്ലാസ് മണ്ഡലങ്ങളായി അവർ മഞ്ചേശ്വരം, പാലക്കാട്, തൃശ്ശൂർ, അങ്ങനെ വട്ടിയൂർക്കാവ് മുതൽ നേമം മുതൽ അങ്ങനെ മണ്ഡലങ്ങൾ അവർ തിരിച്ചിട്ടുണ്ട്. ആ മണ്ഡലങ്ങളിലെ വിജയം ഉറപ്പിക്കാൻ വേണ്ടി തന്നെയാണ് മോഡിയുടെ വരവ്. പ്രധാനമന്ത്രി കോയമ്പത്തൂരിൽ വിമാനമിറങ്ങി ഹെലികോപ്റ്റർ മാർഗം പാലക്കാട്ടേക്ക് എത്തുന്നു. പാലക്കാട്ട് റോഡിലൂടെ ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് കോട്ട മൈതാനത്ത് എത്തി അദ്ദേഹം 10,000 പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയ പ്രസംഗത്തിൽ തീർച്ചയായും തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും. BJP സ്ഥാനാർത്ഥികൾക്ക് വോട്ടഭ്യർത്ഥിക്കൽ അദ്ദേഹം കൃത്യമായി നടത്തും. അതിലപ്പുറത്തേക്ക് ഇന്ന് ഓശാന പെരുന്നാളാണ്. ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൽ ക്രിസ്ത്യൻ വോട്ടാണ് BJPയുടെ ലക്ഷ്യം. നേരത്തെ തന്നെ ബിഷപ്പുമാരുമായി പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ തന്നെ കൂടിക്കാഴ്ചകൾ നടത്തിയതാണ്. നേരത്തെ ശ്രീധരൻപിള്ള മുഖേനയും മറ്റ് നേതാക്കൾ മുഖേനയുമുള്ള ബിഷപ്പുമാരുമായുള്ള പാലം തീർത്തതാണ്. അങ്ങനെ ക്രൈസ്തവ മേഖലയെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ന് ഓശാന പെരുന്നാൾ ദിനത്തിൽ എന്തു രാഷ്ട്രീയം പറയാൻ പോകുന്നു എന്നുള്ളത് നിർണായകമാണ്. മറ്റൊന്ന് ന്യൂനപക്ഷം യുദ്ധം. സ്വാഭാവികമായും കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ച തന്നെയാണ്. യുദ്ധഭീതിയിലാണ് ലോകം. ആ ഘട്ടത്തിൽ യുദ്ധത്തെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളതാണ്. ഇറാൻ അതിന് നേരെ നടക്കുന്ന യുദ്ധം, ആ യുദ്ധത്തിൽ എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നിർണായകമാണ്. അത് കേരളത്തിൽ രാഷ്ട്രീയമായി തന്നെ പ്രചരണ വിഷയമാകുന്ന ഒരു സംഭവം കൂടിയാണ്. മറ്റൊന്ന്, ഇനി ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നുള്ളത് ആവർത്തിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP പറഞ്ഞു. അങ്ങനെ അവർ കോർപ്പറേഷൻ ഭരണം തിരുവനന്തപുരത്ത് പിടിക്കുകയും ചെയ്തു. ഇനി നിയമസഭയിലേക്കുള്ള അംഗത്വം ഉറപ്പാക്കാൻ വേണ്ടി ഡബിൾ എഞ്ചിൻ സർക്കാർ എന്തൊക്കെയായിരിക്കും BJP കേരളത്തിൽ MLA-മാരെ നൽകിക്കഴിഞ്ഞാൽ കേരളത്തിന് നൽകാൻ പോകുന്നത് എന്ന് മോഡി പറയുമെന്ന് തീർച്ചയാണ്. ഏതായാലും മോഡി പറയുന്ന വാക്കുകൾക്ക് വലിയ രാഷ്ട്രീയ മാനമുണ്ട്. അത് കാരണം അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയുള്ളതാണ്. എന്നാൽ അക്കൗണ്ട് തുറക്കില്ല എന്ന് ഇന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സർക്കാരിനെ, CPM-നെ, അതുപോലെ കേരളത്തിലെ പ്രതിപക്ഷത്തെ കോൺഗ്രസിനെ എങ്ങനെ രാഷ്ട്രീയമായി ഇന്നത്തെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നേരിടും എന്നതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ദിൽന. ശരി, ദീപക് ധർമ്മടമാണ് തൃശൂർ പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.